സമയം വരെ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും 10 മണിക്കാണ് വത്തിക്കാനിലെ പ്രാദേശിക സമയം രാവിലെ 10 മണിയോടുകൂടി തന്നെയാണ് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യേക അൾത്താരയിലാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ പത്രോസിൻ്റെ ആ ഒരു കല്ലറയിൽ കബറിടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കും. ആ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹത്തോടൊപ്പം ഈസ്റ്റേൺ ചർച്ചസിൻ്റെ മേലധ്യക്ഷന്മാരും ഉണ്ടാകും. അവർ ഒരുമിച്ചായിരിക്കും ആ ഒരു കല്ലറയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. അത് വലിയൊരു ആത്മീയ അർത്ഥം തന്നെ സഭയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ചർച്ചും ഒപ്പം തന്നെ മറ്റേ ലാറ്റിൻ ചർച്ചും അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിയൻ, വിശുദ്ധ പത്രോസിൻ്റെ ആ സിംഹാസനവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിയൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്, വലിയൊരു അടയാളപ്പെടുത്തലാണ് ലിയോ 14 മാർപ്പാപ്പയും ഈസ്റ്റേൺ ചർച്ചസിൻ്റെ മേലധ്യക്ഷന്മാരും പത്രോസിൻ്റെ ആ ഒരു കബറിടത്തിൽ നടത്തുന്ന പ്രാർത്ഥന. തുടർന്ന് അവർ പ്രദക്ഷിണമായി സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് എത്തും. ആ പ്രദക്ഷിണ വേളയിൽ അവർ വിശുദ്ധരോടുള്ള ലുത്തിനിയ പ്രാർത്ഥന, ഒരു സ്പെഷ്യലായിട്ടുള്ള ലുത്തിനിയ പ്രാർത്ഥനയാണ്. ആ ലുത്തിനിയ പ്രാർത്ഥന ഓരോ വിശുദ്ധരുടെയും നാമം ഉച്ചരിച്ചതിന് ശേഷം പ്രേ ഫോർ ഹോളി ഫാദർ, പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ആ ഒരു ലുത്തിനിയ ചൊല്ലിക്കൊണ്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം പരിശുദ്ധ കുർബാന ആരംഭിക്കും. വചന വായനയ്ക്ക് ശേഷമാണ് ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ തിരുക്കർമ്മങ്ങളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതായത് മാർപ്പാപ്പയ്ക്ക് പാലിയം കൊടുക്കുന്ന ആ ഒരു ചടങ്ങ്, മാർപ്പാപ്പയെ മോതിരം അണിയിക്കുന്ന ആ സുപ്രധാനമായിട്ടുള്ള ചടങ്ങ്, അതിനുശേഷം മാർപ്പാപ്പയോട് വിധേയത്വം പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ആ ഓരോ ചടങ്ങിനും വളരെയധികം ഒരു തിയോളജിക്കലായിട്ടുള്ള, ഒരു പാസ്റ്ററലായിട്ടുള്ള ഒരു വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. മാർപ്പാപ്പയ്ക്ക് ആ പാലിയം സമ്മാനിക്കുന്നത്, ഒപ്പം മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, മാർപ്പാപ്പയ്ക്ക് മോതിരം സമ്മാനിക്കുന്നു. അത് കാർഡിനൽ കോളേജിലെ 3 കാറ്റഗറിയിൽപ്പെട്ട കാർഡിനൽസാണ് അതിന് നേതൃത്വം നൽകുന്നത്. മാർപ്പാപ്പയ്ക്ക് പാലിയം സമ്മാനിക്കുന്നത് കാർഡിനൽ ഡീക്കൻ, ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട കാർഡിനലിൻ്റെ പ്രതിനിധിയാണ്. അത് കാർഡിനൽ മമ്പേർട്ടിയാണ്, ഡൊമിനിക് മമ്പേർട്ടി കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോ ഡീക്കനാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള കാർഡിനലാണ് മാർപ്പാപ്പയ്ക്ക് പാലിയം അണിയിക്കുന്നത്. ആ പാലിയം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ ആ ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയുടെ, ഒരു ഇടയനടുത്തുള്ള പാസ്റ്ററൽ മിനിസ്ട്രിയുടെ വലിയൊരു സൂചകം തന്നെയാണ്. കുഞ്ഞാടിൻ്റെ ആ ഒരു രോമം കൊണ്ടാണ് ആ ഒരു പാലിയമൊക്കെ നിർമ്മിക്കുന്നത്. പ്രത്യേകിച്ച് ബെനഡിക്റ്റൻ സന്യാസിനിമാരാണ് ആ പാലിയം നിർമ്മിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വളരെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളാണ്. അത് തുടർന്നുള്ള നിമിഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനുശേഷം മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അതിന് നേതൃത്വം നൽകുന്നത് കാർഡിനൽ പ്രീസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കാർഡിനലാണ് ആ ഒരു പ്രാർത്ഥനയ്ക്ക് നൽകുന്നത്. അതിനുശേഷം കാർഡിനൽ ഡീക്കൻ, കാർഡിനൽ ടാഗ്ലയാണ് മാർപ്പാപ്പയ്ക്ക് ആ ഒരു മോതിരം അണിയിക്കുന്നത്. മുക്കുവൻ്റെ മോതിരം എന്നറിയപ്പെടുന്ന ആ ഒരു മോതിരം, അത് ലിയോ 14 എന്നൊരു പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ പത്രോസ് ലീഹ ആ ഒരു താക്കോൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ചിത്രം അതിൽ കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അർത്ഥതലമുണ്ട്. അതായത് വിശുദ്ധ പത്രോസ് ലീഹായുടെ ആ പരമാചാര്യ കാലഘട്ടത്തിൻ്റെ ആ ഒരു തുടർച്ചയാണ് ലിയോ 14 മാർപ്പാപ്പയിലൂടെ സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഈ മോതിരം മാർപ്പാപ്പയെ അണിയിക്കുന്ന ആ ഒരു ചടങ്ങിലൂടെ സംഭവിക്കുന്നത്. അതിനുശേഷം ഇത്തവണത്തെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് മാർപ്പാപ്പയോടുള്ള വിധേയത്വം ഏറ്റുപറയുന്ന ആ ഒരു ചടങ്ങാണ്. മുൻകാലങ്ങളിൽ കാർഡിനൽ കോളേജിലെ കാർഡിനൽസാണ് മാർപ്പാപ്പയുടെ ആ വിധേയത്വം ഏറ്റുപറയുന്ന ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഇത്തവണ 12ഓളം പേർ, ആഗോള കത്തോലിക്ക സഭയുടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട 12ഓളം പേർ, അതിൽ കാർഡിനൽസ് ഉണ്ട്, ബിഷപ്പുണ്ട്, വൈദികരുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്, ഒപ്പം ഒരു ബാലനുണ്ട്, ഒരു ബാലികയുണ്ട്, 2 ജനറൽ സുപ്പീരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സിനഡാലിറ്റി എന്നൊരു കൺസെപ്റ്റ് ആ ഒരു ചടങ്ങിൽ പ്രതിഫലിക്കും എന്നത് വളരെ വ്യക്തമാണ്. തുടർന്ന് മാർപ്പാപ്പ വചന സന്ദേശം നൽകും, പരിശുദ്ധ കുർബാന തുടരും. അതിനുശേഷം അദ്ദേഹം പരിശുദ്ധ കുർബാന അവസാനം അദ്ദേഹം സ്വർലോകരാജ്ഞി പ്രാർത്ഥന ആലപിക്കും. അതിനുശേഷം വത്തിക്കാനിൽ ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും, അവരെ അഭിവാദ്യം ചെയ്യും. ഇതാണ് ഇന്നത്തെ ആ ഒരു ചടങ്ങുകളുടെ ഒരു സംഗ്രഹം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ് വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു റോബിൻ, നമുക്ക് ആ കോൺക്ലേവ്